ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തേത് ഒരു സിസ്റ്റേഴ്സ് ഡേ ഔട്ട് വീഡിയോ ആണ്. ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ ടൗണിലോട്ടൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ്. ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. ഡ്രസ്സ് എടുക്കാനും അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനും കൂടെ പോയതായിരുന്നു. പക്ഷേ ഞങ്ങൾ ആക്ച്വലി വിചാരിക്കാത്ത കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മുടെ വീഡിയോയിൽ നിന്ന് കാണാൻ പറ്റും നിങ്ങൾക്ക്. ആദ്യം തന്നെ ഞങ്ങൾ തൂക്കുപാലം കാണാനായിട്ട് പോയി. എന്തായാലും ടൗണിൽ പോവല്ലേ, അപ്പോൾ വിചാരിച്ച് തൂക്കുപാലത്തിൽ കൂടെ ഒരു റൗണ്ട് അങ്ങോട്ട് നടന്നു. അതിന് ശേഷം ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിനാണ് പോയത്. ആക്ച്വലി ഞാനിപ്പോൾ ഈ വീഡിയോയുടെ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് എനിക്ക് അലർജിക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. എനിവേയ്സ്, ഞങ്ങൾ നേരെ അവിടുത്തെ ഒരു രാധാസ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റൈൽസിലോട്ടാണ് പോയത്. അവിടുന്ന് കുറച്ച് നൈറ്റ് ഡ്രസ്സസ് എടുക്കാനുണ്ടായിരുന്നു. എനിക്കിവിടെ പത്തനംതിട്ടയിൽ നല്ല നല്ല ഓപ്ഷൻസ് വളരെ കുറവായതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അവർ നമുക്ക് തലയിൽ വെക്കാനില്ല, ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ ഒരു ബോയും പിന്നെ ഒരു ക്യാപ്പും തന്നു. ആദ്യമേ എനിക്ക് ബോ വെച്ചിട്ട് എനിക്ക് എന്നെ തന്നെ എന്തോ പോലെ തോന്നി. ഞാൻ പിന്നെ ക്യാപ്പ് വെച്ചു. എന്നിട്ടും വലിയ വൃത്തിയൊന്നുമില്ല, എന്നാലും അങ്ങ് വെച്ചു. അതിനുശേഷം നമ്മൾ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തിട്ട് ബില്ല് കൊടുക്കുന്നിടത്ത് വന്നപ്പോൾ അവിടെ ഒരു ഷോ പീസാണ് കണ്ടോ, സ്നോ ഒക്കെ വീഴുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അത് കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് അവിടെ ക്രിസ്മസ് പപ്പ ഉണ്ടായിരുന്നു. ആ ക്രിസ്മസ് പപ്പ വിളിച്ച് ഡാൻസ് കളിക്കാനായിട്ട് വിളിച്ചു. അതിനുശേഷം അവിടുത്തെ ആൾക്കാർ അവിടെ ഒരു വിഷ് എഴുതി സൈൻ ചെയ്യാനായിട്ട് നമ്മളോട് പറഞ്ഞു. അപ്പോൾ അതും ഞങ്ങൾ ചെയ്തു. അവിടെ ഈ സൈനൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ അടുത്ത പോയത് സ്മാർട്ട് ബസാറിലായിരുന്നു. സ്മാർട്ട് ബസാറിൽ നിന്ന് കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു. അവിടെ നിന്നും ഈ ഓഫറിൽ കുറച്ച് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും 1-2 അവൾക്കും വാങ്ങണമായിരുന്നു. അതിനുശേഷം അവൾക്ക് കൊറിയൻ സ്പൈസി ന്യൂഡിൽസ് വാങ്ങണം എന്നുണ്ടായിരുന്നു. അതും വാങ്ങിച്ചിട്ട് നമ്മൾ വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഓട്ടോ വന്നതിന് ശേഷം ആൻറ്റി വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതും പർച്ചേസ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയതിന് ശേഷം ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുക്കാൻ നോക്കി. പക്ഷേ അതൊക്കെ ഫ്ലോപ്പായിപ്പോയി. അതിന് ശേഷം കുറച്ച് സിനിമയൊക്കെ കൊണ്ടുകൊണ്ട് അവിടെ ഇരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ.